ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പണം പിൻവലിക്കുന്ന മുഴുവൻ ആളുകളും ഈ വീഡിയോ നിർബന്ധമായിട്ടും കാണുക. കണ്ടാൽ മാത്രം പോരാ, പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ATM-ൽ പണം പിൻവലിക്കാൻ പോകുന്ന സമയത്ത് ചില ആളുകൾക്ക് എങ്ങനെയാണ് കാർഡ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ATM മെഷീനിൽ എന്തെങ്കിലും സർവർ വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുള്ള ആരെയെങ്കിലും അകത്ത് കയറ്റിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കും. അവർക്ക് കാർഡ് കൈമാറും, പിൻ നമ്പറും കൈമാറും. അങ്ങനെയും നമ്മൾ പണം പിൻവലിക്കാറുണ്ട് മറ്റുള്ളവരുടെ സഹായം തേടിയിട്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എങ്ങനെയുള്ള ആളുകളാണ് നമ്മളെ സഹായിക്കുന്നത് എന്ന് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ നമുക്ക് തന്നെ പണി കിട്ടാനും സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ബാങ്കിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനുണ്ടാകും, അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ബാങ്കിന്റെ തന്നെ ഉദ്യോഗസ്ഥന്മാർ ബാങ്കിൽ ഉണ്ടാകും. ജസ്റ്റ് ബാങ്കിൽ ഒന്ന് പോയിട്ട് ചോദിച്ചാൽ അവർ വന്നിട്ട് എല്ലാം ചെയ്തു തരും. മറ്റുള്ളവരുടെ സഹായം തേടുന്നതിന് പകരം അത് ചെയ്യുക. കാരണം ഇവിടെ ഒരു ATM-ൽ സംഭവിച്ച വലിയ ഒരു തട്ടിപ്പാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ കാണാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് സമയം കളയണ്ട, വീഡിയോ കണ്ടാക്കാം. നോക്കാം. ATM കൗണ്ടറാണ്. ഒരാള് കാർഡൊക്കെ ഇൻസേർട്ട് ചെയ്തു. അതിനുശേഷം ക്യാഷ് വരുന്നില്ല. കാർഡ് ഇൻസേർട്ട് ചെയ്തു, പിൻ നമ്പറൊക്കെ അടിച്ചു, പക്ഷെ ക്യാഷ് വരുന്നില്ല. സ്ലിപ്പ് മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾ നോക്കുക, ഇത് പ്രീ പ്ലാനോട് കൂടിയിട്ട് നടത്തിയ ഒരു തട്ടിപ്പാട്ടോ. അങ്ങനെ മറ്റൊരാള് വീണ്ടും കൗണ്ടറിനകത്തേക്ക് കയറി അയാളുടെ കാർഡ് ഇൻസേർട്ട് ചെയ്തു. എന്നിട്ടും സ്ലിപ്പ് മാത്രമേ വരുന്നുള്ളൂ, പൈസ വരുന്നില്ല. നിങ്ങൾ നോക്കുക, ആ ക്യാപ്പൊക്കെ ധരിച്ചിട്ട് ആ ജാക്കറ്റൊക്കെ ഇട്ട ആളുടെ ATM കാർഡ് വളരെ സിമ്പിൾ ആയിട്ട് മാറ്റുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നോക്കുക, വളരെ സിമ്പിളായിട്ട് കാർഡ് മാറ്റുകയാണ്. നോക്കുക, അയാളുടെ കാർഡ് എടുത്ത് മാറ്റി അവിടെ വെച്ചു. നിമിഷ നേരങ്ങൾ കൊണ്ട് സംഭവിച്ച ഒരു തട്ടിപ്പാണ്. എന്നിട്ട് അയാളുടെ കാർഡ് എന്ത് ചെയ്തു, അവിടെ വെച്ചു. എന്നിട്ട് അയാൾ ഇറങ്ങി പോയിട്ടോ. എല്ലാം ഒരേപോലെ ആയതുകൊണ്ട് അയാൾ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. പിൻ നമ്പർ അടിച്ചു. അപ്പൊ പിൻ നമ്പറും കിട്ടി, ATM കാർഡും കിട്ടി. ഇനി എപ്പോൾ വന്നിട്ടും ആ ക്യാഷ് അയാളുടെ അക്കൗണ്ടിലുള്ള ക്യാഷ് എടുത്തിട്ട് പോകും. ഇതാണ് സംഭവം നടന്നത്. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷിക്കുക. പിൻ നമ്പറോ അല്ലെങ്കിൽ ATM കാർഡോ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്ന OTP, പിൻ നമ്പർ ഇതൊന്നും കൊടുക്കാതിരിക്കുക. പരമാവധി ബാങ്ക് ജീവനക്കാരുടെ സഹായത്തിന് തേടുക, ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ മാറ്റി കാണാം. ബൈ ഫ്രണ്ട്സ്.